والصلاة والسلام على رسوله المصطفى وعلى آله وأصحابه أهل الصدق والوفاء أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى صدق الله مولانا العظيم. അനി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ശില്പിയായ അബ്ദുൽ ലത്തീഫ് ഗുറുപുറ ഇവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന 10 ജോഡി സാമൂഹിക വിവാഹ സദസ്സിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. പ്രഗത്ഭരായ സയ്യിദന്മാരും ഖാലിമാരും പണ്ഡിതന്മാരും ഉമറാക്കള്, രാഷ്ട്രീയ മത നേതാക്കള്, യുവമിത്രങ്ങള്, കാരണവന്മാർ, സഹോദരിമാർ എല്ലാവരും ഒത്തുകൂടിയ അതിസുന്ദരമായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അർഹമുറഹ്മാനായ റബ്ബ് നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. നേരത്തെ നമ്മുടെ ജിഫ്രി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാ നിലക്കും സ്തുത്യർഹമായ സ്വാഗതാർഹമായ പുണ്യം നിറഞ്ഞ ഒരു വലിയ പ്രവർത്തനം തന്നെയാണ് അബ്ദുൽ ലത്തീഫ് കാഴ്ചവെച്ചിട്ടുള്ളത്. പാവങ്ങളെ സഹായിക്കുക, യതീം മക്കൾക്ക് അത്താണിയാവുക, സാധുക്കൾക്ക് വേണ്ടി സദാസമയവും സമയം മാറ്റിവെക്കുക, ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് മനസ്സറിഞ്ഞ് റഹ്മാനായ റബ്ബിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. കാരണം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അൽ ഖൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും യജമാനനായ റബ്ബിന്റെ അതിഥികളാണ്, അടിമകളാണ്. ഫഅഹ്സനുൽ ഖൽഖി ഇലല്ലാഹ്, യജമാനനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള നന്മ ചെയ്യുന്ന വ്യക്തികൾ ആരാണെന്നറിയോ? അൽഹംദുലില്ലാഹ്, നമ്മുടെ മംഗലാപുരത്തെ സംയുക്ത ഖാലി ഉസ്താദ് വന്ന് റഹ്മാനായ റബ്ബ് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിർത്തട്ടെ. അൽഹംദുലില്ലാഹ്, കുറേ പദ്ധതികളുമായി 10 ജോഡി നിക്കാഹ് ഇവിടെ നടത്താനുണ്ട്. കുറേ സയ്യിദന്മാരും ആലിമീങ്ങളും ഖാലിമാരും ഉമറാക്കളുമെല്ലാം നിങ്ങളോട് അഭിസംബോധനം ചെയ്യാനുമുണ്ട്. ഞാൻ നിർത്തുകയാണ്. നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹ്, റബ്ബ് തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിത്വങ്ങൾ ആരാണെന്നറിയോ? അഹ്സനുഹും ഇലാ ഇയാലി, അവന്റെ പാവപ്പെട്ട അടിയാറുകൾക്ക്, അവന്റെ അതിഥികൾക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങള് മുന്നോട്ട് വെക്കുന്ന വ്യക്തികൾ ആരാണോ അവരെയാണ് യജമാനനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൊണ്ട് നമ്മുടെ മാതൃകയായ അബ്ദുൽ ലത്തീഫിനെ പോലെ എന്റെ പ്രിയപ്പെട്ട ഉമറാക്കള് ധാരാളമുണ്ട് നമ്മുടെ നാട്ടില്. ഇതൊരു മാതൃകയായി നിങ്ങൾ ഏറ്റെടുത്ത് ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ കഴിവിന്റെ പരമാവധി ഈ സമൂഹത്തിലെ, ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, മംഗലപ്രായമെത്തിയിട്ട് കഷ്ടത അനുഭവിക്കുന്ന ആ കുടുംബത്തിന് ഒരു താങ്ങായി മാറാൻ, യതീം മക്കള് പഠനത്തിന് വേണ്ടിയിട്ട് വല്ല സഹായവും നടത്താൻ, ഡയാലിസിന് വേണ്ടി ആസ്പത്രിയിലെ ചെലവിന് വേണ്ടി കഷ്ടപ്പെടുന്ന രോഗികൾക്ക് ഒരു ശാന്തനം ചെയ്തു കൊടുക്കാൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ഉമ്മത്തില് കഷ്ടതകൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊന്ന് സഹായം എത്തിക്കാൻ ഇതുപോലെ അബ്ദുൽ ലത്തീഫിനെ പോലെ മാതൃകയായി ഇനിയും ധാരാളം ലത്തീഫുമാര് കടന്നു വരണം. യജമാനനായ റബ്ബ് അതിനെല്ലാം എല്ലാവിധ റഹ്മത്തും ബറക്കത്തും നിഅമത്തും അല്ലാഹ് നമുക്കെല്ലാം ചൊരിച്ചു നൽകി ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഈ മഹത്തായ ഫൗണ്ടേഷന്റെ ശില്പിയായ അതേ അബ്ദുൽ ലത്തീഫിനും കുടുംബത്തിനും അർഹമായ പ്രതിഫലം അല്ലാഹ് കൊടുത്ത് അതേ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹ് മഗ്ഫിറത്ത് മർഹമത്ത് നൽകി ഈ ഉമ്മത്തിന്റെ അന്തസ്സും അഭിമാനവും ഓജസ്സും തേജസ്സും പ്രസ്റ്റീജുമെല്ലാം എവിടെയും പണയം വെക്കാത്ത രൂപത്തില് അതേ നെഞ്ചൂക്കോടെ ഹക്ക് വിളിച്ചു പറയുവാനും ഈ ഇന്ത്യ
മഹാരാജ്യത്തിന്റെ സൗഹാർദ്ദവും സ്നേഹവും മതമൈത്രിയുമെല്ലാം എല്ലാ നിലക്കും കാത്തു സൂക്ഷിക്കുന്ന ഒരു ചുറ്റുപാടിന് വേണ്ടി യജമാനനായ റബ്ബ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.